എല്ലാ പ്രേക്ഷകർക്കും റംദാൻ മുബാറക്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ക്ഷമയെക്കുറിച്ചാണ്. ക്ഷമ, അതിൻ്റെ പ്രാധാന്യം പരിശുദ്ധ ഖുർആനിൽ, നബിവചനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. നമുക്കൊക്കെ അറിയാം, ക്ഷമ വളരെ പ്രാധാന്യമുള്ളതാണ്. ക്ഷമിക്കുക, പൊറുക്കുക എന്നൊക്കെ നാമൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ആലോചിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ പ്രവർത്തിക്കാറുമുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യം അത് നബി തിരുമേനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള എത്രയോ അനുഭവങ്ങളുണ്ട്. പല നിലയിലും അദ്ദേഹത്തെ, പരിശുദ്ധ പ്രവാചകനെ ബുദ്ധിമുട്ടിച്ചവർക്ക്, എതിർത്തവർക്ക്, ശാരീരികമായിട്ട് ഉപദ്രവം ചെയ്തവർക്ക് പുറത്തു കൊടുക്കുവാനുള്ള ആ ഒരു മനക്കരുത്ത് തിരുനബി കാണിച്ചിരുന്നു എന്നുള്ളതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. മുഖത്ത് തുപ്പിയവരെ കൂടി മർദ്ദിച്ചവരെ അവർക്കൊക്കെ തന്നെ പുറത്തു കൊടുത്തിട്ടുള്ളവനാണ് തിരുമേനി. ക്ഷമിക്കുക എന്നുള്ളത് ഒരു ശക്തിയുടെ കുറവായിട്ട് അല്ലെങ്കിൽ ഭീരുത്വമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അത് ശരിയല്ല. ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ മനസ്സിന് ശക്തി വേണ്ട കാര്യമാണ്. ധൈര്യമുള്ളവർക്കേ ക്ഷമിക്കുവാൻ പറ്റുകയുള്ളൂ. പ്രതികരിക്കുക, തിരിച്ചടിക്കുക, അല്ലെങ്കിൽ ചെയ്തതിന് പകരം ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. നമുക്കെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് ക്ഷമിക്കുക, പുറത്തു കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നേടാൻ പറ്റിയാൽ നമുക്ക് ജീവിതത്തിൽ വലിയൊരു പരിധിവരെ സ്വയം നിയന്ത്രിക്കുവാനുള്ള ഒരു കഴിവ് കിട്ടി എന്ന് തന്നെ പറയാം. നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ അറിയാം. മഹാത്മാഗാന്ധി ക്ഷമയുടെ പര്യായമായിട്ട് നാം കാണുന്നു. അതേപോലെ മഹാന്മാരൊക്കെ തന്നെ പലരും ക്ഷമ ഒരു തുടർച്ചയായ ജീവിതത്തിൽ ഒരു പഠനമായി എടുത്തുകൊണ്ട് അതിൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും നേടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് അതിൻ്റെ ഒരു പകുതി കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നാം എടുക്കേണ്ട ഒരു തീരുമാനം ക്ഷമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും പ്രതികരിക്കുവാനുള്ള, തിരിച്ചു പറയുവാനുള്ള, കുത്തുവാക്ക് പറയുവാനുള്ള, അല്ലെങ്കിൽ തിരിച്ചടിക്കുവാനുള്ള ഒരു അഭിവാഞ്ച മനുഷ്യനുണ്ടാകും. അത് ആ ഒരു നിമിഷം അത് നിയന്ത്രിക്കുക എന്നുള്ളത് പറ്റിക്കഴിഞ്ഞാൽ അത് ജീവിത വിജയമായിരിക്കും. പലപ്പോഴും ആ ഒരു മിനിറ്റോ അല്ലെങ്കിൽ അരമിനിറ്റോ അല്ലെങ്കിൽ 10 സെക്കൻഡോ നമുക്ക് എതിരെ ഒരു വിമർശനം വന്നാലോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മെ എന്തെങ്കിലും ചെയ്താലോ ആ ഒരു ഗ്യാപ്പ് 1 മുതൽ 10 വരെ എണ്ണുക എന്നൊക്കെ പറയും. സാധാരണ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 10 വരെ എണ്ണിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റും. അതിന് പറ്റുന്ന ഒരവസ്ഥയിലാക്കാൻ പറ്റും. സ്വയം മനസ്സിലാക്കുക, ഇത് ഞാനല്ല എന്നെ നിയന്ത്രിക്കുന്നത്, എന്നിൽ നിന്ന് ബാഹ്യമായ ഒരു ശക്തിയാണ് എന്നെ നിയന്ത്രിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അതിന് പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ക്ഷമിക്കാൻ പറ്റും. ക്ഷമയുടെ നെല്ലിപ്പടി അല്ലെങ്കിൽ ഭൂമിയെപ്പോലെ ക്ഷമ അല്ലെങ്കിൽ മാതാവിനെ പോലെ ക്ഷമ എന്നൊക്കെ പറയുമ്പോൾ പറയുവാൻ എളുപ്പമാണെങ്കിലും പ്രവർത്തിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതിനുള്ള ഒരു സന്ദർഭമായി ഈ പരിശുദ്ധ റമദാൻ മാസം നാം കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു മാസം അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്രത നിർവൃതിയുടെ രാവുകളിൽ ക്ഷമിക്കുവാനുള്ള ശക്തി നൽകുവാൻ സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, സബൂർ എന്നാണ് പറയുന്നത്, സബർ. എത്രയോ സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വാക്കാണ് സബർ. ആ ഒരു സബർ കിട്ടാൻ, സബൂറാകാൻ, നമ്മളുടെ മനസ്സിന് ശക്തി നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ അവസാന രാവുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്.